ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണേ. എന്താവും നോക്കാം. വളരെ ടയേർഡായിട്ടുള്ളൊരു ദിവസം ഇരുന്നിട്ടെന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുള്ളൂ. അപ്പോഴാണ് മാരക വിശപ്പുണ്ട് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ വാങ്ങി, കുറച്ച് ചിക്കൻ ഉച്ചക്ക് വാങ്ങിയല്ലേ. ചിക്കൻ ഉച്ചക്ക് വാങ്ങിയിരുന്നത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പൊട്ടറ്റോ ഫ്രൈ ആക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഉള്ളിയും തക്കാളിയും എന്തിനോ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചോറുണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗം പൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നും ചെയ്യല്ല. ചിക്കൻ എന്താ ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ച ബിരിയാണി. കാലിക്കറ്റ് സ്പെഷ്യൽ ചിക്കൻ പൊരിച്ച ബിരിയാണി അങ്ങനെയൊക്കെ. പക്ഷെ ഈ നോൺ സ്റ്റിക്കിൽ ഈ ഇൻഡക്ഷനിലാണ് വെക്കണം കേട്ടോ. ഭയങ്കര ഷോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ചോറ് കളഞ്ഞു പോയി. അതെ, ഈ മസാലയാണ് ഇന്നത് കരിയാൻ കിടക്കണേ. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മള് എന്താ പറയാ, കോൺഫ്ലോർ ഇട്ടുകൊണ്ട് ഇത് വെച്ച ഇൻഡക്ഷനിലായതുകൊണ്ട് അടിയിൽ ഒരുപാട് കോൺഫ്ലോർ മസാല അങ്ങനെ പറ്റി പിടിച്ച് കിടക്കേണ്ടിയിരുന്നു. അപ്പം ഇതിങ്ങനെ ഇളക്കി കയ്യിലേക്ക് തെറിച്ചതാണ്. അത് സാരില്ല. അങ്ങനെ ഇളക്കി ഇങ്ങനെ പറിച്ചെടുക്കാനായിരുന്നു ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അതിങ്ങനെ ഓഫാക്കാം കേട്ടോ. ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാം, അത് ഓഫാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാനാണ്. ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് തന്നെയാണ് നേരിട്ട് ഇട്ടത്. ചിക്കൻ്റെ പീസസൊക്കെ അതിലുണ്ട്. അപ്പോൾ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അമൂൽ കോക്കനട്ട് അമൂൽ കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യണേ. നല്ലൊരു ഐസ്ക്രീം കേട്ടോ, അമൂലിൻ്റെ 2 ലിറ്ററിൻ്റെ ടബ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമൂൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. എനിക്കോ ഒരു 5-ലൊരു 4 അല്ലെങ്കിൽ 3.5 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ടോ ഈ ഐസ്ക്രീം, കുക്കീസ് ആൻഡ് ക്രീം. മസാല അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓ ചാടിയല്ലോ. അതെനിക്കുണ്ട്. ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ്. അല്ല, പാചകം നോക്കും. മതിയോ? കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്യാം. പരിപാടി കഴിഞ്ഞിട്ടോ. നല്ല ചൂടാട്ടോ ഇവിടെ 41 ഡിഗ്രി ഒക്കെ ചൂടുള്ളത്. ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. നമ്മളൊന്ന് വെള്ളം ഓർഡർ ചെയ്തിരുന്നു, വെള്ളം വന്നിട്ടില്ല. ഓർഡർ ചെയ്ത് ബാക്കിയൊക്കെ വന്ന് വെള്ളം മാത്രം വന്നില്ല. അപ്പം മസാല ഇങ്ങനെ നല്ലോണം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ തട്ടി കൊടുക്കാൻ പോവാണ്. കുറച്ച് കോഴി വരട്ടെ. കോഴി ഇത്രേ ഉള്ളൂ കേട്ടോ, 500 ഗ്രാം കോഴിയുള്ളൂ. ഇങ്ങനെ നൈസിലിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ആയതിനു ശേഷം ഓഫ് ചെയ്യുക. മിക്സ് ചെയ്ത ഞാൻ ഇട്ടരട്ടെ, അതിലേക്ക് ഇട്ടരാം. കഴിഞ്ഞ പ്രാവശ്യം കരിഞ്ഞുകൊണ്ട് നമ്മൾ നെയ്യൊന്നും അധികം ഒഴിച്ചില്ല. അപ്പോൾ കുറച്ച് നെയ്യും കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വഴറ്റി ഒഴിക്കുകയാണ്. ഒഴിച്ചോ. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. നൈസ് ആയിട്ടുണ്ട്. അതായത് നാളത്തേക്ക് ഒന്നുകൂടെ റെഡിയാവും. അതെ. അപ്പം ഓക്കെ, ഫുഡ് കഴിച്ച് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.